വയനാടെന്നല്ല കേരളം തന്നെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ജനകീയ പ്രതിഷേധമാണ് ഇന്ന് കണ്ടത്. കാട്ടാന ആക്രമണത്തിൽ വനവകുപ്പ് വാച്ചർ കൊല്ലപ്പെട്ടതിലായിരുന്നു ഈ പ്രതിഷേധം. രാഹുൽ ഗാന്ധി ഇന്ന് വൈകിട്ട് വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. രാത്രിയോടെ വയനാട്ടിൽ എത്തിച്ചേരും. പോളിന്റെ സംസ്കാര ചടങ്ങുകൾ പാക്കത്തെ വീട്ടിൽ പുരോഗമിക്കുകയാണ്. കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന സർക്കാരിന്റെ ഉറപ്പിൽ വീട്ടിലെ പ്രതിഷേധം നാട്ടുകാർ അവസാനിപ്പിക്കുകയായിരുന്നു. ബാക്കി 40 ലക്ഷം രൂപ ലഭ്യമാക്കാൻ സർക്കാരിനോട് ശുപാർശ നൽകുമെന്നാണ് ADM കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. കമൽ വിവരങ്ങളുമായിട്ട് ആദ്യം ഈ സംസ്കാരത്തിന്റെ വിവരങ്ങൾ നോക്കാം. കമൽ, വല്ലാത്ത പ്രതിഷേധം കണ്ടു, വല്ലാത്ത വൈകാരികമായ നിമിഷങ്ങളൊക്കെ കണ്ടാണ് ഇന്ന് ഈ ദിവസം കടന്നു പോകുന്നത്. എവിടെയാണ് സംസ്കാരം? ഏത് പള്ളിയിലാണ് ഇപ്പോൾ? മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകാറായോ? ദിവീഷ്, പുൽപ്പള്ളി സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ അല്പസമയം മുമ്പാണ് ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ തുടങ്ങിയത്. ഇപ്പോഴും പള്ളിക്കുള്ളിൽ ചടങ്ങുകൾ നടക്കുകയാണ്. ആ ചടങ്ങുകൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയായിരിക്കും സംസ്കാരം നടക്കുക. ഇന്ന് ഉച്ചയോടെയാണ് പോളിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത്. വീട്ടിലെത്തിച്ചപ്പോഴും വലിയ പ്രതിഷേധമുയർന്നു. കാരണം പുൽപ്പള്ളിയിൽ നടന്ന ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും അംഗീകരിക്കാൻ കുടുംബാംഗങ്ങൾ തയ്യാറായില്ല. അവർ രേഖാമൂലം ഈ കാര്യങ്ങളിലേക്ക് ഉറപ്പുവേണമെന്നാവശ്യപ്പെട്ടു. അങ്ങനെ ഒരുപാട് നേരം വീണ്ടും ആംബുലൻസിൽ മൃതദേഹം വെക്കേണ്ട സാഹചര്യം വന്നു. അവിടെയും പ്രതിഷേധങ്ങൾ ഉയർന്നു. ഒടുവിൽ ADM നേരിട്ടെത്തി ഈ കാര്യങ്ങൾ, സർക്കാർ തീരുമാനിച്ച കാര്യങ്ങൾ അവിടെ നിന്ന് ആ തീരുമാനത്തിൻ്റെ മിനിറ്റ്സ് വായിക്കുകയായിരുന്നു. അത്തരത്തിൽ രേഖാമൂലം തന്നെ ഈ കാര്യങ്ങൾ അറിയിക്കുകയായിരുന്നു. എന്നിട്ടും ചെറിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നു. പക്ഷേ അപ്പോഴേക്കും കുടുംബാംഗങ്ങൾ സംസ്കാര ചടങ്ങുകൾ തുടങ്ങണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് അവിടെ ചെറിയ രീതിയിൽ ആളുകളെയൊക്കെ മാറ്റി ഇത് മൃതദേഹം ഇറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് വീട്ടിൽ ചടങ്ങുകൾ തുടങ്ങിയത്. അവിടെ കുറച്ചുപേരൊക്കെ കാണാനായി രാവിലെ മുതൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ കാണാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. തുടർന്ന് അവിടെ വെച്ച് നടത്തേണ്ട ശുശ്രൂഷ ചടങ്ങുകൾ, പ്രാർത്ഥനയൊക്കെ വൈദികർ പൂർത്തിയാക്കിയാണ് ഏതാണ്ട് 8 കിലോമീറ്റർ അകലെ പുൽപ്പള്ളിയിലുള്ള സെന്റ് ജോർജ് ദേവാലയത്തിലേക്ക് മൃതദേഹം കൊണ്ടുവന്നത്. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂറിലധികം സമയമായി പള്ളിക്കകത്ത് ഈ പ്രാർത്ഥനകൾ പുരോഗമിക്കുകയാണ്. കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പള്ളിയിൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ, അതിൻ്റെ പ്രാർത്ഥനകൾ തുടരുകയാണ്. ഇന്ന് രാവിലെ മുതൽ പുൽപ്പള്ളിയിൽ ജനരോഷം ആളിക്കത്തുകയാണ് എന്ന് തന്നെ പറയാം. വല്ലാതെ പണിപ്പെട്ടാണ് വനംവകുപ്പും പോലീസും ഒക്കെ ജനങ്ങളെ പ്രതിരോധിക്കേണ്ടി വന്നത്. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശുവിൻ്റെ ജഡം വനംവകുപ്പിൻ്റെ ജീപ്പിൽ കെട്ടിവെച്ചൊക്കെ അങ്ങനെ കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ഇന്ന് പോയി. നമുക്ക് ആരെയും കുറ്റം പറയാൻ കഴിയില്ല. അത്രത്തോളം ഒരു ആശങ്കയും ഭയവും ദേഷ്യവുമെല്ലാം അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. കാരണം ദിവസങ്ങളുടെ ഇടവേളയിലാണ്, ഒരാഴ്ചത്തെ മാത്രം വ്യത്യാസത്തിൽ 2 മനുഷ്യജീവനുകളാണ് കാട്ടാന ആക്രമണത്തിൽ നഷ്ടപ്പെടുന്നത്. ഒപ്പം തന്നെ കടുവ വിലസുന്നു. വല്ലാതെ ഭയപ്പെട്ട് നിൽക്കുന്ന, പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത നിലയിലാണ് ഒരു ജനസമൂഹമാകെ. അതുകൊണ്ടാണ് അവർ ഇത്രയേറെ രോഷത്തോടെ തന്നെ പ്രതികരണം അറിയിക്കുന്നത്. വനംവകുപ്പും ഒക്കെ ദൗത്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ബേലൂർ മഖനെ പിടിക്കാനുള്ള ദൗത്യമൊക്കെ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നെങ്കിൽ അതൊന്നും വിജയത്തിലെത്താത്തതുമൊക്കെ ആളുകളുടെ ഈ പ്രതിഷേധവും രോഷവും ഒക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കമൽ, ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് എത്താനിരിക്കുന്നു. നിലവിൽ ഏതൊക്കെ പ്രമുഖ നേതാക്കൾ അവിടെ ഉണ്ട്? കൃത്യമായി ഇവർക്കൊക്കെ ജനങ്ങളുമായി സംവദിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതോ ഈ ഒരു രോഷപ്രകടനത്തിൻ്റെ ഇടയിൽ, അതിപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതാണ്, MLA മാർക്കെതിരെ വരെ ജനങ്ങൾ തിരിയുന്ന സാഹചര്യം ഉണ്ടായതാണല്ലോ. പൊതുവെ ഒരു ശാന്തതയിലേക്ക് വന്നിട്ടുണ്ടോ ആളുകൾ? ദിവീഷ്, ഇന്നത്തെ പ്രതിഷേധമൊക്കെ അവസാനിച്ചൊരു ശാന്തത കൈവന്നിരിക്കുന്നു. പക്ഷേ ഇതുപോലുള്ള ഒരു സമാനമായ സംഭവം, ഒരു കടുവയുടെ ആക്രമണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അത് വീണ്ടും പ്രതിഷേധം ആളിക്കത്തുന്ന സാഹചര്യമുണ്ട്. ഇന്ന് കടുവ കൊന്ന പശുവിൻ്റെ ജഡവുമായൊക്കെയാണ് ആളുകൾ പ്രതിഷേധത്തിനെത്തിയത്. അത്തരത്തിൽ ഇനിയും എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിഷേധം വീണ്ടും ആളിക്കത്താനുള്ള സാഹചര്യമുണ്ട്. പുറത്തുനിന്ന്, ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളൊന്നും ഇതുവരെ ഇവിടെ ഇല്ല. രാഹുൽ ഗാന്ധി ഇന്ന് രാത്രിയോടെ കണ്ണൂരിൽ വിമാനമിറങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തായാലും രാവിലെ ആയിരിക്കും ഒരുപക്ഷെ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ വരിക. ഗവർണർ ഇങ്ങോട്ട് വരുന്നതായി നേരത്തെ ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗികമായി ഇപ്പോൾ അദ്ദേഹം അങ്ങനെ വയനാട് സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് അഭ്യൂഹം മാത്രമായിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി എത്തുന്നു. അതിന് പിന്നാലെ 3 മന്ത്രിമാരടങ്ങുന്ന ഒരു സമിതി, മന്ത്രിതല സമിതി വയനാട്ടിലെത്തി ഉന്നതതല യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ള 3 മന്ത്രിമാർ വയനാട്ടിൽ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഉന്നതതല യോഗം ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം മന്ത്രിമാർ ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി വരണമെന്നൊക്കെയുള്ള ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം വരാൻ സാധ്യതയില്ലെങ്കിലും
മുഖ്യമന്ത്രിയുടെ സന്ദർശനവും ഉണ്ടായേക്കുമെന്ന പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് ചിലരൊക്കെ പറയുന്നുണ്ട്. അത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും മുതിർന്ന നേതാക്കളൊന്നും തന്നെ പുറത്തുനിന്ന് ആരും എത്തിയിട്ടില്ല. വനം മന്ത്രി എത്താത്തതിലാണ് വലിയ പ്രതിഷേധം. അടുത്തടുത്ത് കുറേ സംഭവങ്ങളുണ്ടായി. തണ്ണീർക്കൊമ്പനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായി. അത് കഴിഞ്ഞ മാനന്തവാടിയിൽ ഈ വേലൂർ മഗ്നയുമായി ബന്ധപ്പെട്ട ഒരാളെ വേലൂർ മഗ്ന ചവിട്ടിക്കൊന്ന സംഭവമുണ്ടായി. അതിനു പിന്നാലെ ഈ സംഭവമുണ്ടായി. അപ്പോഴൊന്നും വനമന്ത്രി ഇങ്ങോട്ട് വരാത്തതിൽ കടുത്ത പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ശരിയാണ് കമലേ, ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലക്കാരൻ എന്ന നിലയിൽ വനമന്ത്രി തന്നെയാണല്ലോ ആദ്യം എത്തേണ്ടത്. ആ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ജനങ്ങൾക്കൊരു ഉറപ്പ് നൽകാൻ ബാധ്യസ്ഥനായ ആളാണ് വനമന്ത്രി. അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ എന്ത് പറയുന്നു? അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തുനിന്നും ഒരു ശ്രമവും ഉണ്ടാകുന്നില്ലേ? ഒപ്പം ഇന്ന് ഈ സമരത്തിനിടയിൽ വല്ലാത്തൊരു കലുഷിതമായ അവസ്ഥ ഉണ്ടായല്ലോ. ഈ പാർട്ടി ലെവൽ അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരിക്കുന്ന രീതിയിലേക്ക് പ്രതിഷേധം എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? അത്തരത്തിൽ ഇന്ന് ഈ പുൽപ്പള്ളി പൊതുവെ വളരെ സെൻസിറ്റീവായ ഒരു പ്രദേശമാണ്. ആളുകൾ വൈകാരികമായി വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു സ്ഥലമാണ്. അവർക്ക് ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവർ ആ രീതിയിൽ തന്നെയാണ് ഈ പ്രശ്നത്തിലും പ്രതികരിച്ചത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ സംഘടനകളുടെയോ ഒന്നും നേതൃത്വം അതിനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് MLA-മാരുടെയോ ജനപ്രതിനിധികളുടെയോ നിയന്ത്രണത്തിൽ ആ സമരം നിൽക്കാതിരുന്നതും അത് നിയന്ത്രിക്കാനാവാതെ പോയതും അതുകൊണ്ട് തന്നെയാണ്. സ്വാഭാവികമായി പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ടാണ് അത്രയും വലിയൊരു ആൾക്കൂട്ടം. ഇന്ന് ജില്ലയിൽ ഹർത്താലാണ്. പൊതുവെ ഹർത്താൽ ദിനത്തിൽ എന്തൊക്കെയാണെങ്കിലും ആളുകൾ പുറത്തിറങ്ങാനൊക്കെ മടിക്കും. പക്ഷേ ഈ വിഷയത്തിൽ ആളുകൾ അങ്ങനെ ഒന്നും മടിച്ചു നിന്നില്ല. പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ പുൽപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. അങ്ങനെയാണ് ഈ സമരം നടന്നത്. MLA-മാർക്കെതിരെ അടക്കം വൈകാരികമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായി. വനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ എല്ലാവരും അദ്ദേഹം വരാത്തതിൽ അസ്വസ്ഥരാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ പോലും അദ്ദേഹം വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. പക്ഷേ അദ്ദേഹം നിയമസഭയായതുകൊണ്ടാണ്, മറ്റു കാരണങ്ങൾ കൊണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെങ്കിലും അന്ന് അദ്ദേഹം പറഞ്ഞത് മാനന്തവാടിയിലെ അന്തരീക്ഷം കലുഷിതമാണ്, അത് കുറച്ച് അവിടുത്തെ പ്രതിഷേധമൊക്കെ ഒന്ന് അടങ്ങിയതിനു ശേഷം സാഹചര്യത്തിൽ വല്ലാത്ത പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ഉറപ്പാണ്.